നമസ്കാരം. പതിരും കതിരും. 1974 ഇന്ത്യ പൊക്രാനിൽ നടത്തിയ ആണവായുധ പരീക്ഷണത്തെ സൂചിപ്പിക്കാൻ ഒരു പേരിട്ടു: ബുദ്ധൻ്റെ ചിരി. സ്ഫോടനത്തിലുണ്ടായ കൂൺമേഘം ബുദ്ധപ്രതിമയുടെ ശാന്തമായ പുഞ്ചിരിയോട് സാമ്യമുള്ളതിനാലാണ് ഈ പേര് ലഭിച്ചത്. ഇവിടെ ഇതാ, അമ്പൂക്കൻ വാറിലുണ്ടായ ആണവായുധ പ്രഹരത്തിനൊടുവിൽ പിണറായി വിജയൻ്റെ ശാന്തമായ പുഞ്ചിരിയാണ് തെളിഞ്ഞു വന്നത്. ബുദ്ധൻ്റെ ചിരി പോലെ പിണറായി വിജയൻ്റെ ചിരി. അതോടെ സകല സഖാക്കളും ചിരിയായി. മാർക്സിസ്റ്റുകാർ ഒന്നിച്ച് ചിരിക്കുന്നത് എന്തോ വിനാശത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ലോകമെങ്ങും കരുതപ്പെടുന്നത്. ഗോവിന്ദൻ്റെ അഭാവത്തിൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട വിജയരാഘവൻ്റെ ചിരിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ചോദ്യങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന ചിരിയായിരുന്നു അത്. ചോദ്യങ്ങളെല്ലാം തന്നെ സങ്കീർണവും ഉത്തരങ്ങൾ ലളിതവുമാകുന്ന ഒരു പ്രക്രിയയായിരുന്നു അവിടെ കണ്ടത്. ADGP RSS നേതാവിനെ കണ്ടതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് റിപ്പോർട്ടർക്കുള്ള വിജയരാഘവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ ചോദ്യത്തിൻ്റെ IQ ലെവൽ വളരെ വലുതാണ്. അതോടെ അഭിമാന പുളകിതനായ റിപ്പോർട്ടർ ഇരുന്നു. P ശശിയെപ്പറ്റി അൻവറിനുള്ള പരാതിയെപ്പറ്റി ചോദിച്ചപ്പോൾ വിജയരാഘവൻ്റെ അടുത്ത മറുപടി നിങ്ങളൊരു ധൈഷണികമായ ചോദ്യമാണ് ചോദിച്ചതെന്നായിരുന്നു. ധൈഷണികത എന്തെന്ന് പിടികിട്ടാഞ്ഞോ എന്തോ ആ റിപ്പോർട്ടറും ഇരുന്നു. ചോദ്യങ്ങളെയെല്ലാം ചിരിച്ചു മയക്കി എല്ലാവർക്കും ചായ കൊടുക്കാൻ നിർദ്ദേശിച്ച് വിജയരാഘവൻ ചിരി തുടരുന്നു. സെക്രട്ടറിയുടെ അഭാവത്തിൽ പഴയ ആക്ടിംഗ് സെക്രട്ടറി നടത്തിയ ചിരിമേളം സമ്പന്നമായിരുന്നു. പകൽപൂരത്തിന് ശേഷം ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയും പോലെ PV ആൻഡ് PV കമ്പനി തൽക്കാലം വെടിനിർത്തിയതോടെ പാളയിൽ കിടന്നതും മാളത്തിലിരുന്നതും പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി ഉറങ്ങിയതുമായ സഖാക്കളെല്ലാം പൊന്തി വന്നിട്ടുണ്ട്. വല്ലാത്തൊരു സന്ദിഗ്ധഘട്ടത്തിലും ചിരിമേളവുമായി ആദ്യമെത്തിയത് കൺവീനർ സഖാവ് T രാമകൃഷ്ണൻ മാത്രമായിരുന്നു. മറ്റുള്ളവരെല്ലാം പിണ്ണാക്കും എണ്ണയും വേർപിരിയുന്നതുവരെ കാത്തിരുന്നു. ഇന്നലെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത K അനിൽകുമാറിന് ചിരി നിർത്താനേ കഴിയുമായിരുന്നില്ല. ജേക്സി തോമസ് ചിരിക്കുക മാത്രമല്ല, അച്ചടി ഭാഷയിൽ മാത്രം സംസാരിക്കുന്നു എന്ന പരാതിയും CR നീലകണ്ഠന് ഉണ്ടായി. പ്രകാശൻ മാസ്റ്ററുടേത് ക്ഷോഭത്തിലലിഞ്ഞ ചിരിയായിരുന്നു. മുലപ്പാലിന് ഉപ്പ് നോക്കുന്നത് ആവരുത്, മാധ്യമ പ്രവർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് വിജയരാഘവൻ ചിരിച്ചപ്പോൾ മാർക്സിസത്തിൻ്റെ ഉപ്പ് നോക്കിക്കളയാണ് ഓർമ്മ വന്നത്. ഉപ്പ് വെച്ച കലം പോലെയായില്ലേ സഖാവേ ഇപ്പോൾ പാർട്ടി? CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരാൾ തെറ്റ് ചെയ്യില്ല എന്ന ഉറപ്പാണ് ശശിക്കുമേൽ വിജയരാഘവനുള്ള ഏക ഗ്യാരണ്ടി. സത്യവാന്മാരുടെ ഒരു സംഗമ വേദിയാകുന്നു CPM സംസ്ഥാന കമ്മിറ്റി. വിരൽത്തുമ്പ് വരെ പരിശുദ്ധരായിട്ടുള്ളവരെ മാത്രമേ അവിടെ ഇരുത്തുകയുള്ളൂ. പ്രസന്നവദനായി ഏഷ്യാനെറ്റിൽ ചർച്ചയ്ക്ക് വന്ന K അനിൽകുമാറിനെ അബിൻ വർക്കി അടപ്പൂരി വിട്ടു. എന്നിട്ടും അനിൽകുമാറിൻ്റെ ചിരി മാഞ്ഞതേയില്ല. ഇന്നലെ വരെ തലയിൽ മുണ്ടിട്ട് നടന്ന അനിൽകുമാറിനൊക്കെ പിണറായി വായ തുറന്നപ്പോഴേക്കും എന്തൊരു ഉശിരായി എന്നായിരുന്നു വർക്കിയുടെ ചോദ്യം. മൂക്കിന് മുമ്പിൽ ചൂണ്ടുവിരൽ ഉയർത്തി എതിരാളികളെ ചലഞ്ച് ചെയ്തുള്ള അനിൽകുമാറിൻ്റെ ആ ഇരിപ്പ് ഒരു രസികൻ കാഴ്ച തന്നെയായിരുന്നു. ചിരിച്ചു മണ്ണടിയുന്ന കാലത്തേക്ക് എത്തിയോ സഖാക്കളെ കേരളത്തിലെ കമ്മ്യൂണിസം? എന്തു ചെയ്തിട്ടോ എന്തോ വിവാദ വിഷയങ്ങളിൽ മറുപടിയുമായി ഇന്നലെ എത്തിയ AA റഹീം മാത്രം ഒച്ചയടച്ച നിലയിലായിരുന്നു. PV അൻവർ EMSുമായി തന്നെ താരതമ്യം ചെയ്തതോടെ അന്താരാഷ്ട്ര തലത്തിൽ EMSൻ്റെ ബ്രാൻഡ് വാല്യൂ കുറഞ്ഞതായി തോന്നിയ റഹീം ഒരു EMS അനുസ്മരണ പ്രഭാഷണം തന്നെ നടത്തിക്കളഞ്ഞു. രാജ്യാന്തര ആംഗ്യഭാഷാ ദിനമായ ഇന്നു മുതൽ അൻവർക്ക് ആംഗ്യഭാഷയിൽ മാത്രമേ സംസാരിക്കൂ. ഇനി തൽക്കാലം വായ തുറക്കില്ലെന്നും ഉറപ്പ് നൽകിയതോടെയാണ് സഖാക്കൾക്ക് ആശ്വാസമായത്. ആജ്ഞയെല്ലാം അച്യുതാനന്ദനുള്ളതും അഭ്യർത്ഥനയൊക്കെ അൻവറിനുള്ളതുമാണ്. പാർട്ടി അപേക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ നന്മയെ ഓർത്ത് അദ്ദേഹം വാർ നിർത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഫേസ്ബുക്കിൽ നിന്നും മുഖ്യനൊപ്പമുള്ള പടം മാറ്റും. ഇതൊക്കെ കണ്ട് ചിരി വീണ്ടെടുത്ത പാർട്ടി സഖാക്കളെ പോലെ നമുക്കും ചിരിക്കാം. എന്തായാലും നല്ലോണം ചിരിക്കാനുള്ള വകകളും കൊണ്ടായിരിക്കും ഗോവിന്ദൻ മാഷ് മെൽബണിൽ നിന്നും വരുന്നത്. ആ ചിരിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനി ലോകം.